ഹായ് എല്ലാവർക്കും നമസ്കാരം. ജ്യോതിഷത്തിലെ തന്നെ വളരെ പ്രൗഢിയുള്ള ഇൻട്രസ്റ്റിംഗ് ആയൊരു നക്ഷത്രത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. പൂരം നക്ഷത്രം. അപ്പോൾ പൂരം നക്ഷത്രക്കാരുടെ ആ ഒരു ശക്തി, അവരുടെ സൗന്ദര്യബോധം, പിന്നെ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാം നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. നിങ്ങളൊരു പൂരം നക്ഷത്രക്കാരനാണോ? അതോ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആരെങ്കിലുമാണോ? എങ്കിൽ തീർച്ചയായും ഈ വിശകലനം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകും. നമുക്ക് തുടങ്ങാം. അപ്പം നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. എന്താണ് ഈ പൂരം നക്ഷത്രം? വൈദിക ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിൽ 11ാമത്തെ നക്ഷത്രമാണിത്. ജീവിതത്തിലെ സുഖത്തിനും അധികാരത്തിനും, അതായത് പ്ലഷറിനും പവറിനും ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് പൂരം. ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കൂ. ഇതാണ് പൂരം നക്ഷത്രത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ്. ഇതിന്റെ ഗ്രഹാധിപൻ ആരാണെന്നോ? സാക്ഷാൽ ശുക്രൻ, അതായത് കലയുടെയും സൗന്ദര്യത്തിന്റെയും ഒക്കെ കാരകൻ. പക്ഷെ രാശി വരുന്നത് സൂര്യൻ ഭരിക്കുന്ന ചിങ്ങത്തിലാണ്. അപ്പൊ നോക്കൂ, ഒരു വശത്ത് ശുക്രന്റെ ആ ഒരു ലാളനയും മറുവശത്ത് സൂര്യന്റെ ആ തേജസ്സും. ഈയൊരു കോമ്പിനേഷനാണ് പൂരംകാരെ ശരിക്കും സ്പെഷ്യലാക്കുന്നത്. കൂടെയുള്ള മനുഷ്യഗണം ഇവരുടെ ഒരു സോഷ്യൽ നേച്ചറും ദേവതയായ ആര്യമാവ് ഇവരുടെ ബന്ധങ്ങളെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. പൂരം നക്ഷത്രത്തിന്റെ ചിഹ്നം ഊഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കിടക്കയുടെ മുൻഭാഗമാണ്. ഇതിൽ പരം എങ്ങനെയാണ് പൂരംകാരെ വിവരിക്കാൻ പറ്റുക, അല്ലേ? ആനന്ദം, സുഖം, റിലാക്സേഷൻ, ഇതൊക്കെ നിറഞ്ഞൊരു ജീവിതത്തോടുള്ള അവരുടെ ഒരു അടങ്ങാത്ത ആഗ്രഹമാണ് ഈ ചിഹ്നം കാണിക്കുന്നത്. ശരി. അപ്പോൾ ഈ അടിസ്ഥാന സ്വഭാവങ്ങളെല്ലാം ഇവരുടെ സൂപ്പർ പവറുകളായി മാറുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ? പൂരം നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ ശക്തിയും സൗന്ദര്യവും എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ശുക്രൻ-സൂര്യൻ കോമ്പിനേഷൻ ശരിക്കും വർക്കാകുന്നത്. കലയുടെയും സ്നേഹത്തിന്റെയും ഗ്രഹമായ ശുക്രൻ അവർക്ക് നല്ല ക്രിയേറ്റിവിറ്റിയും ആകർഷണീയതയും കൊടുക്കുമ്പോൾ, അധികാരത്തിന്റെയും പ്രൗഢിയുടെയും പ്രതീകമായ സൂര്യൻ അവർക്ക് നല്ല ധൈര്യവും ആത്മവിശ്വാസവും നൽകുന്നു. അതായത് കലയും അധികാരവും ഒരുമിച്ച്. ഇത് ശരിക്കും ഒരു അപൂർവ കോമ്പിനേഷനാണ്. അപ്പോ ഇതിന്റെയൊക്കെ ഫലമെന്താണ്? നിങ്ങളൊരു പൂരം നക്ഷത്രക്കാരനാണെങ്കിൽ സംഗീതത്തിലോ നൃത്തത്തിലോ ഫാഷനിലോ ഒക്കെ ഒരു കൈ നോക്കാനുള്ള കഴിവുണ്ടാവും. ആളുകളെ ആകർഷിക്കുന്ന ഒരു പെരുമാറ്റമായിരിക്കും നിങ്ങളുടേത്. നല്ല ലക്ഷറി ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ജീവിതം ഇഷ്ടപ്പെടുന്നവരായിരിക്കും. പിന്നെ ഒന്നിനെയും പേടിയില്ലാത്ത, നല്ല ആത്മവിശ്വാസമുള്ള ജീവിതം ആഘോഷമാക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രകൃതം. ഇതൊക്കെയാണ് നിങ്ങളുടെ ഹൈലൈറ്റ്സ്. എല്ലാത്തിനും ഒരു മറുവശമുണ്ടാവുമല്ലോ, അല്ലേ? അതുപോലെ പൂരം നക്ഷത്രക്കാരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്കതിനെ ദൗർബല്യങ്ങൾ എന്നതിലുപരി സ്വയം മെച്ചപ്പെടുത്താനും വളരാനുമുള്ള ചില അവസരങ്ങളായി കാണാം. ഇതൊരു ട്രിക്കി ചോദ്യമാണ്, അല്ലേ? നിങ്ങളുടെ ആത്മവിശ്വാസം എപ്പോഴാണ് അഹങ്കാരമായി മാറുന്നത്? ആ നേർത്ത വര എവിടെയാണ്? ഇതൊന്ന് സ്വയം ചോദിച്ചു നോക്കുന്നത് വളരെ നല്ലതാണ്, പ്രത്യേകിച്ച് പൂരം നക്ഷത്രക്കാർക്ക്. അപ്പോ ഈ വെല്ലുവിളികളെ എങ്ങനെ നേരിടാം? 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമതായി, പൈസയുടെ കാര്യത്തിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. ആ ഒരു അമിത ചെലവ് നിയന്ത്രിക്കാൻ ശ്രമിക്കുക. രണ്ടാമത്, ആത്മവിശ്വാസം നല്ലതാണ്, പക്ഷെ അത് ഈഗോ ആയി മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും വില കൊടുക്കുക. പിന്നെ മൂന്നാമത്തേത്, ക്ഷമ. എല്ലാ കാര്യത്തിനും പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെന്ന് വാശി പിടിക്കരുത്. പിന്നെ ആരോഗ്യത്തിന്റെ കാര്യത്തിലും ചെറിയൊരു ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. നടുവേദന, ഹൃദയസംബന്ധമായ കാര്യങ്ങള്, പിന്നെ ബ്ലഡ് സർക്കുലേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങള്, ഇവയ്ക്കൊക്കെ ഒരു സാധ്യത കാണുന്നതുകൊണ്ട് വേണ്ട മുൻകരുതലുകൾ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കഴിവുകളുള്ള നിങ്ങൾ എവിടെയാണ് ശരിക്കും തിളങ്ങുക? കരിയറിലും ജീവിതത്തിലും വിജയിക്കാനുള്ള വഴികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, നിങ്ങളുടെ ആ ക്രിയേറ്റിവിറ്റിയും ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഒരുമിച്ചുപയോഗിക്കാൻ പറ്റുന്ന ഇടങ്ങളാണിത്. സിനിമ, സംഗീതം, ഫാഷൻ ഡിസൈനിംഗ് പോലെയുള്ള കലാരംഗത്തും, അതേപോലെ തന്നെ രാഷ്ട്രീയത്തിലും ഉയർന്ന സർക്കാർ പദവികളിലുമൊക്കെ നിങ്ങൾക്ക് ശോഭിക്കാൻ കഴിയും. ഹോട്ടൽ, ടൂറിസം മേഖലകളും നിങ്ങൾക്ക് പറ്റിയതാണ്. ഇനി നിങ്ങളുടെ പോസിറ്റീവ് എനർജി കൂട്ടാൻ സഹായിക്കുന്ന ചില സിമ്പിൾ വഴികളുണ്ട്. നക്ഷത്രാധിപനായ ശുക്രന്റെ പ്രീതിക്കായി വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മീദേവിയെ പ്രാർത്ഥിക്കുന്നത് ഐശ്വര്യം കൊണ്ടുവരും. അതുപോലെ രാശ്യാധിപനായ സൂര്യന്റെ ശക്തിക്കു വേണ്ടി ആദിത്യഹൃദയം ജപിക്കുന്നതും വളരെ നല്ല ഫലം തരും. പോകുന്നതിനു മുൻപ് പൂരം നക്ഷത്രത്തിന്റെ മാത്രം ചില യുണീക് സിഗ്നേച്ചറുകൾ, അതായത് തനതായ മുദ്രകൾ കൂടി നോക്കിയാലോ? ഇവിടെ കാണുന്ന ഓരോന്നിനും നിങ്ങളുമായി ഒരു പ്രത്യേക ബന്ധമുണ്ട്. നിങ്ങളുടെ നക്ഷത്രമൃഗമായ എലി, നക്ഷത്രവൃക്ഷമായ പ്ലാഷ്, പിന്നെ ഭാഗ്യരത്നമായ വജ്രം, ഇവയെല്ലാം നിങ്ങളുടെ കോസ്മിക് ഐഡന്റിറ്റിയുടെ ഭാഗമാണ്.
എലിയെന്താ ഇവിടെ കാര്യമെന്ന് ചിന്തിക്കുന്നുണ്ടോ? അത് നിങ്ങളുടെ സൂക്ഷ്മബുദ്ധിയുടെയും ഏതു പ്രശ്നത്തെയും തന്ത്രപരമായി മറികടക്കാനുള്ള കഴിവിന്റെയും പ്രതീകമാണ്. ശരിക്കും പവർഫുൾ അല്ലേ? അപ്പോ അവസാനം നമ്മൾ എത്തുന്നത് ഈ ഒരു ചോദ്യത്തിലാണ്: കലയും അധികാരവും. പൂരം നക്ഷത്രത്തിന്റെ ഈ രണ്ട് വലിയ ശക്തികളെ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നിങ്ങൾ ഒരുമിപ്പിക്കാൻ പോകുന്നത്? ഇതൊരു വലിയ ചോദ്യമാണ്. ഉത്തരം നിങ്ങളുടെ കയ്യിലാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ.